Hi dear friends, welcome back to my channel. Welcome to another episode. അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറി വന്ന ഒരു 15 മിനിറ്റ്സ് മാത്രമേ ഇതിനെടുക്കുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ഗാർലിക് എഗ്ഗാണ് കേട്ടോ. ഇത് സൂപ്പർബാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 എഗ്ഗാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതുമല്ല, എനിക്കും എൻ്റെ മകൾക്കും അത്ര സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ക്രീമി എഗ്ഗ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യണം. ബട്ടർ ആഡ് ചെയ്ത ശേഷം ഇത് നന്നായി സ്ക്രാമ്പിൾസ് പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ടറിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രീമി സോസാണ് ഈ എഗ്ഗിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഭയങ്കര ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഈ വെണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പച്ച ടേസ്റ്റ് വന്നാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയും ആഡ് ചെയ്യുക കേട്ടോ. രണ്ടും സെയിം പേർപ്പസാണ്, നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ലോണം റോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാലൊഴിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വിചാരിച്ചാൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ആ കൺസിസ്റ്റൻസി എത്തണം കേട്ടോ. പിന്നെ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുക. മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേറൊരു വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാഗി നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ മസാല ഇല്ലേ, അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അത് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് കൊടുക്കും. അതല്ലെങ്കിലും ആ മസാല ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതില്ലെങ്കിലും വേറെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാഗീൻ്റെ മസാലയും ആഡ് ചെയ്യും കേട്ടോ അതിൽ. അപ്പം നമ്മുടെ ക്രീമി ബട്ടർ ഗാർലിക് സോസി എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ നോക്കിക്കേ, എന്തൊരു ക്രീമി ആൻഡ് സൂപ്പർ ടെക്സ്ചർ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ മാഗീൻ്റെ ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലായിരുന്നു. അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ ശ്രദ്ധിച്ചിടണം, കാരണം ഒരുപാട് എരിവ് കൂടാൻ പാടില്ല. കുട്ടികൾക്കൊക്കെ അധികം സ്പൈസി കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോട്ടഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രോക്കലി ആദ്യം ചൂടുവെള്ളത്തിൽ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. അതിൽ പുഴുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഞാൻ ആദ്യം വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക. പക്ഷേ അത് കുറേ നേരം എടുക്കും സോട്ടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെയും കുഞ്ഞു പീസസ് ആക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് സോട്ട് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ബ്രോക്കലി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുക്കിനി അറിയില്ലേ എല്ലാവർക്കും. സുക്കിനി ഇല്ലെങ്കിൽ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് പിന്നെ സുക്കിനി അതൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഇതിൽ ബട്ടർ ഇടുക. അപ്പോൾ ഇതിലധികവും ബട്ടറും ഗാർലിക്കും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അവരുടെ ക്വിസീനിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഇടുക. പിന്നെ അതുപോലെ തന്നെ ഗാർലിക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗാർലിക്ക് നല്ലോണം റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് കിട്ടാൻ പാടില്ല. പിന്നെ നമ്മുടെ ബ്രോക്കലി ആഡ് ചെയ്യുക. ബ്രോക്കലി ഫൈനായി ചോപ്പ് ചെയ്തത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ട ബട്ടർ മാത്രം നിങ്ങൾ നോക്കണ്ട, ലാസ്റ്റ് ഞാൻ ഒലിവ് ഓയിലും ചേർക്കും ഇതിൽ കുറച്ചും കൂടെ ഇതാവാൻ വേണ്ടിയിട്ട്.
കാരണം ഞാനൊരു ഇതിൽ കണ്ടിരുന്നു ഒലിവ് ഓയിൽ നമ്മൾ ഫുൾ ഹീറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടായി വരുമ്പോൾ നമ്മുടെ സുക്കിനി കട്ട് ചെയ്തതില്ലേ, അതിന് പകരം എന്ത് വെജിറ്റബിൾസും യൂസ് ചെയ്യുക കേട്ടോ. മഷ്റൂം വേണമെങ്കിൽ യൂസ് ചെയ്യുക, ക്യാപ്സിക്കം വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ഇത് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട സോൾട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും പെപ്പർ പൗഡർ ഇടുമ്പം നല്ല ഫ്ലേവറാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ അതല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സുക്കിനിയും ആഡ് ചെയ്യാം. ഇനി നമുക്ക് സുക്കിനി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ പണി അവിടെ കഴിഞ്ഞു. സോർട്ടഡ് വെജിറ്റബിൾസ് റെഡി. ഇനി അടുത്തത് നമ്മുടെ വീറ്റ് ബ്രെഡ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാൻ്റെ ബ്രെഡും എടുക്കുക, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഹെൽത്തി ഓപ്ഷനിലേക്കാണ് പോകുന്നത്, കാരണം അല്ലാതെ തന്നെ അനാവശ്യത്തിന് കുറേ ഇത് കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് സോസേജ് മസ്റ്റാണ് കേട്ടോ. സോസേജ് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോസേജ് ഒരു മസ്റ്റാണ് ഇതിന്. അപ്പോൾ സോസേജ് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. അത് ജസ്റ്റ് ഓയിലിൽ ഇങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ അത്ര പോലും ടൈം വേണ്ട കേട്ടോ, ഹാഫ് ടൈം മതി. ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ സോസേജും റെഡി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പായ ഫ്രൂട്ട്സും സെർവ് ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് പപ്പായ പഴുത്തിട്ടില്ലായിരുന്നു, ഞാൻ വാങ്ങിയിരുന്നു പക്ഷെ പഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ബനാന കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം ടൈമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഒരു വീഡിയോയും മിസ് ചെയ്യാൻ പാടില്ല. ബൈ.